ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, ലോകമെങ്ങുമുള്ള ക്രൈസ്തവ ജനത പെസഹ ആചരിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. പെസഹ, പാസ്ഓവർ അല്ലെങ്കിൽ കടന്നുപോക്ക് എന്ന വാക്കുകളിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതും പണ്ടെങ്ങോ നടന്ന ഒരു സംഭവം കുറേ ക്രിസ്ത്യാനികൾ ആവർത്തിച്ച് നടത്തുന്ന ഒരു ചടങ്ങായി പലരും കരുതാറുണ്ടാവാം. എന്നാൽ പെസഹ അതിലുപരിയായ ആഴമായ ആത്മീയ തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. എന്താണ് പെസഹയുടെ അർത്ഥം? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെയാണ്: പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളെ, നിങ്ങളുടെ ഗണങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും ആചരിക്കുവാൻ ദൈവം പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പനയാണ് പെസഹ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഭക്കാരോ ഏതെങ്കിലും ഒരു പള്ളിക്കാരോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമല്ല പെസഹ. പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇത് ഓർപ്പിച്ചിട്ടുണ്ട്. പെസഹയുടെ പൂർണ്ണമായ രൂപം, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ പെസഹയിൽ എന്തൊക്കെ ചെയ്യണം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പെസഹയിൽ ഈ വർഷം നമ്മൾ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ. ക്രൈസ്തവ സഭ ആദ്യം മുതൽ ആചരിച്ചു വരുന്ന 2 പെരുന്നാളുകളാണ് പെസഹ പെരുന്നാളും അതുപോലെ ഉയർപ്പ് പെരുന്നാളും. ഇതിന് ക്രമാഗതമായ ഡെവലപ്മെൻറ്റ്സാണ് ഉണ്ടായിട്ടുള്ളത്. പെസഹയുടെ പഴയ നിയമ പശ്ചാത്തലം എന്താണ്? ഇത് ഒരു തീർത്ഥാടക പെരുന്നാളായിരുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ചിതറിപ്പാർത്തിരുന്ന സകല മനുഷ്യരും എല്ലാവരും പെസഹ പെരുന്നാൾ ആചരിക്കുവാൻ ജെറുസലേമിൽ വരുമായിരുന്നു. എല്ലാ യഹൂദൻ്റെയും മനസ്സിൻ്റെ ആഗ്രഹമാണ് പെസഹയിൽ ജെറുസലേമിൽ പോയി പങ്കെടുക്കുക എന്നത്. അങ്ങനെ ചരിത്രകാരനായ ജോസിഫസിൻ്റെ കണക്കിൽ ഏകദേശം 20 ലക്ഷത്തിൽ പരം പേരാണ് ഒരു പെസഹ പെരുന്നാളിൽ പങ്കെടുത്തിരുന്നത്. അവിടെ 20 ലക്ഷത്തിൽ പരം ആളുകൾ പെസഹയിൽ പങ്കെടുത്തിരുന്നുവെന്നാണ് കണക്ക്. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരും. അങ്ങനെ വന്ന ഒരാളാണ് ലൂക്കോസ് സുവിശേഷം 27:32, ലൂക്കോസ് 23:26, മാർക്കോസ് 15:21 പറയുന്ന ഒരാൾ. പെരുന്നാളിൽ പങ്കെടുക്കാൻ ഉത്തരാഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനായിരുന്നു ഷീമോൻ. കുറേനക്കാരനായ ഉത്തരാഫ്രിക്കയിലെ കുറേനയിൽ നിന്ന് വന്നയാളാണ് ഷീമോൻ. അതാണ് കുറേനക്കാരനായ ഷീമോൻ. അവൻ പെസഹയിൽ സംബന്ധിക്കാൻ വന്നപ്പോഴാണ് വലിയൊരു ജാഥ കാണുന്നതും യേശുവിനെ ക്രൂശ് ചുമപ്പിച്ചുകൊണ്ട് പോകുന്നതും. അവനത് കണ്ടപ്പോൾ വേദനയോട് പറയുന്നതും അവൻ്റെ തോളിൽ തട്ടി ഇവൻ്റെ കുരിശ് ചുമക്കാൻ അവനെക്കൂടെ നിർബന്ധിക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് ആദിമകാലത്ത് ഇതൊരു പിൽഗ്രിം ഫെസ്റ്റിവലായിരുന്നു. വീണ്ടും ശ്രദ്ധിച്ചാൽ രണ്ടാമത്തെ ഒരു ഭാഗം ഇതൊരു വസന്തോത്സവമായിരുന്നു. വസന്തോത്സവം എന്ന് പറഞ്ഞാൽ ഈ പെസഹ പെരുന്നാളിൻ്റെ സമയമാകുമ്പോഴേക്കും വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം പൊഴിയും, മരങ്ങൾ പുതിയ തളിരുകളിടും, നവോന്മേഷമുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ മരമൊക്കെ അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഉണങ്ങിപ്പോയെന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുതിയ തളിരുകളുണ്ടാകും.
അതുപോലെ പഴയ ഇലകൾ പോയി പുതിയ തളിരുകൾ വരാനുള്ള സമയമാണ് ഈ വസന്തോത്സവം. പെസഹായിൽ നമ്മുടെ പഴയ ഉണങ്ങിയ ഇലകളെല്ലാം പൊഴിച്ച് പുതിയ ഇലകളുണ്ടായി പുതിയ അനുഭവങ്ങളോട് വരാനുള്ള സന്ദർഭമാണ് പെസഹ. വീണ്ടും മരുഭൂമിയിൽ ഇത് ശീതകാലമായിരുന്നു. ശീതകാലം കഴിഞ്ഞ് ആടിനെ സംരക്ഷിച്ച, അവിടെ കുഴപ്പങ്ങളൊന്നും കൂടാതെ ആടിനെ സംരക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുന്ന സന്ദർഭമായിരുന്നു പെസഹ. അപ്രകാരമുള്ള ഒരു നന്ദി സൂചകമായ പെരുന്നാളായിരുന്നു പെസഹ. കൃഷിക്കാരായി ആളുകൾ പിന്നീട് ആദ്യഫല കറ്റ ദൈവത്തിന് സമർപ്പിച്ചിരുന്ന കാർഷിക പെരുന്നാളായിരുന്നു പെസഹയുടെ സമയം. ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇന്ന് എന്ന പേരിൽ ഇന്ന് ലോകത്തിലെല്ലായിടത്തും ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന കാർണിവൽസ് ഉണ്ട്. പക്ഷെ അന്ന് ആളുകൾ അവരുടെ കൃഷി സാധനങ്ങളെല്ലാം ദൈവം സൂക്ഷിച്ചതിന് ആദ്യഫലം അർപ്പിക്കുന്ന സന്ദർഭമായിരുന്നു ഈ സമയം. അങ്ങനെ 3-4 സന്ദർഭങ്ങളായിട്ട് പെസഹയുടെ ഭാഗങ്ങളായി കാണാം. എന്നാൽ അതിൻ്റെ അടുത്ത ഘട്ടം വ്യത്യസ്തമായിരുന്നു. അടുത്ത ഘട്ടമാണ് അതിൻ്റെ ദൈവശാസ്ത്ര വശത്തിലേക്ക് കടക്കുന്നത്. പാസ് ഓവർ അഥവാ കടന്നുപോക്ക്. പാസ് ഓവർ അഥവാ കടന്നുപോക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, ഇതൊരു നിത്യ നിയമമായി നിങ്ങൾ കരുതണം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജനതയെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് 10 ബാധകൾ അയച്ചിട്ടും വിടാതിരുന്ന് അവസാനം ഇസ്രായേൽ ജനതയെ വിടുന്ന ആ വിടുവിക്കപ്പെട്ടപ്പോൾ അവരവിടെ നിന്ന് പുറപ്പെട്ട മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട പുറപ്പാടിനെ സൂചിപ്പിക്കുന്നതാണ് പെസഹ. അതാണ് കടന്നുപോക്ക്, അതാണ് പാസ് ഓവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പെസഹ നിത്യനിയമമായി ആചരിക്കണം. നീസാൻ മാസം 10-ാം തീയതി ആടിനെ മുദ്രയിട്ട് മാറ്റി നിർത്തണം. എങ്ങനെയാണ് ഒരു പെസഹ ആചരിക്കേണ്ടതെന്ന് പഴയ നിയമത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പെസഹ ആചരിക്കുമ്പോൾ ചെയ്യാനുള്ള നിയമങ്ങൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഊനമില്ലാത്ത ആടിനെ നിങ്ങൾ മാറ്റി നിർത്തണം. ആട് ഊനമില്ലാത്തതായിരിക്കണം. പുതിയ നിയമത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്യമുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. പെസഹായിൽ അന്ന് ചെയ്തിരുന്ന ആടിൻ്റെ പ്രത്യേകതകളെല്ലാമുള്ള കുഞ്ഞാടായിരുന്നു ക്രിസ്തു. നമ്മളിന്ന് ആടിനെ അർപ്പിക്കുന്നില്ല, കാരണം അതിന് പകരം ക്രിസ്തു എന്ന കുഞ്ഞാട് നമുക്കായി അറുക്കപ്പെട്ടു. പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിനെ അറുത്ത് യാഗമർപ്പിച്ച് വീടുകൾക്ക് രക്ഷയുണ്ടാക്കുന്ന പ്രക്രിയ ശ്രദ്ധിച്ചു നോക്കിയാൽ ക്രിസ്തുവിലൂടെ നമുക്ക് നേടിത്തന്ന ആ വലിയ ശുശ്രൂഷയുടെ എല്ലാ അർത്ഥവും കാണാനാവും. അവിടെ ചെയ്യുന്നത് ശ്രദ്ധിച്ചാലറിയാം. നീസാൻ മാസം 10-ാം തീയതി ആടിനെ മുദ്രയിട്ട് മാറ്റി നിർത്തണം. നീസാൻ മാസം 10-ാം തീയതി ആടിനെ മുദ്രയിട്ട് മാറ്റി നിർത്തണം. അറുക്കാനുള്ള ആട് അതിനെ മാറ്റി നിർത്തണം. എന്നിട്ട് 4 ദിവസം അതിനെ മാറ്റി നിർത്തണം. ക്രിസ്തു എന്ന കുഞ്ഞാടിനെ ഇപ്രകാരം അറുക്കാനായി മാറ്റി നിർത്തി. അവനെ പരിശോധിച്ചു പല സ്ഥലങ്ങളിലൂടെ. എന്നിട്ട് മാറ്റി നിർത്തി അറുക്കാനായി. കൊല്ലാനുള്ള ആടുപോലെ അവൻ നിന്നു. ആ ആടിനെ ഇനിയും ചെയ്യുന്നത് അത് ഊനമില്ലാത്തതായിരിക്കണം. 12-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തു എന്ന കുഞ്ഞാട് ഊനമില്ലാത്ത ആടായിരുന്നു. ലോകത്തിലുള്ള സകലരും പരിശോധിച്ച് നോക്കിയതാണ് അവനെ പരിശോധിച്ച് നോക്കി. പിശാച് അവനെ പരിശോധിച്ച് നോക്കി. 3 പരിശോധനകൾ നടത്തി. പള്ളിയുടെ മുമ്പിൽ വെച്ചും അപ്പം
കല്ല് അപ്പമായി തീരാൻ പറയുന്നതിലൂടെയും മോളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറയുന്നതിലൂടെയും അങ്ങനെ അവനെ 3 വിധത്തിൽ 3 ടെസ്റ്റ് ചെയ്തു. അവിടെയെല്ലാം പിശാച് പരാജയപ്പെട്ട് മാറിപ്പോയി. അവനെ എല്ലാവരും നോക്കി. രാജാക്കന്മാരും പ്രഭുക്കന്മാരും കോടതികളും പരിശോധിച്ചു. അവനെ കൊല്ലാൻ വിധിച്ച ന്യായാധിപൻ പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ലോകം മുഴുവൻ പരിശോധിച്ചിട്ടും കുറവുകൾ കാണാത്ത ഊനമില്ലാത്ത ആട്, അവൻ ഊനമില്ലാത്ത കുഞ്ഞാടായിരുന്നു. അവനിൽ പല പരിശോധനകൾ നടത്തിയിട്ടും ഒന്നും കിട്ടാതെ അവൻ ഊനമില്ലാത്തതെന്ന് തീരുമാനമെടുത്തു. പക്ഷെ അത് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അവൻ ഊനമില്ലാത്ത കുഞ്ഞാട്. മോളിൽ നിന്ന് സർട്ടിഫൈ ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കുറവില്ലാത്ത ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. വീണ്ടും യൂദ നോക്കി. അവൻ കാശ് വാങ്ങിച്ചെങ്കിലും അവനൊടുവിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റുകൊടുത്തു. അവൻ ആദ്യം കാശ് വാങ്ങിയെങ്കിലും അവൻ്റെയും സാക്ഷ്യം ഇവൻ കുറ്റമില്ലാത്ത ഊനമില്ലാത്ത ആടാണ് എന്നാണ്. പീലാത്തോസിൻ്റെ വിധിയിലും അതുതന്നെയാണ് പറഞ്ഞത്. ഭാര്യയുടെ സാക്ഷ്യം ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നാണ്. അവിടെയും അവന് ഊനമില്ലാത്ത കുഞ്ഞാട് എന്ന സാക്ഷ്യം. ഈ കുഞ്ഞാടിനെക്കുറിച്ച് പറയുന്നത്, അതിന് 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, അതിന് 1 വയസ്സ് പ്രായമുള്ള ആണാട് ആയിരിക്കണം. ഈ കുഞ്ഞാടിന് പ്രായം തീരെ എളുപ്പമാകരുത്, അത് മൂത്തുപോയ വയസ്സനുമാകരുത്. 1 വയസ്സ് പ്രായമുള്ള ആട്. ക്രിസ്തു എന്ന കുഞ്ഞാട് അവൻ 1 വയസ്സ് പ്രായമുള്ള എളുപ്പമുള്ള കുഞ്ഞാട്, ആണാട്. അതുകൊണ്ടാണ് അവനെ ബാല്യത്തിലല്ല, വയസ്സായിട്ടല്ല, 33-ാമത്തെ തിരുവയസ്സിൽ അതിൻ്റെ മധ്യാഹ്നത്തിൽ ഈ ആടിനെ യാഗം കഴിക്കാൻ മാറ്റി നിർത്തുകയാണ്. പെസഹ ഇന്നലയ്ക്ക് വേണ്ടി കുരുളിറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ഭാഗം ശ്രദ്ധിക്കൂ. വീണ്ടും പറയുകയാണ്, അവിടെ യാഗം കഴിച്ചതിന് ശേഷം അവിടെ 2 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്, യാഗാർപ്പണം നടക്കുന്നത്. 1-ാം ഭാഗം പള്ളിയിൽ വെച്ചാണ്. അവിടെ വെച്ച് ഇത്തരം കുറവുകളില്ലാത്ത ഈ ആടിനെ അവിടെ കൊണ്ടുവന്ന് യാഗമർപ്പിച്ചതിന് ശേഷം അതിനെ അവിടെ വെച്ച് ഇതെല്ലാമായി മനുഷ്യൻ്റെ പാപം മുഴുവൻ ആടിൻ്റെ ദേഹത്തേക്ക് മാറ്റിയതിന് ശേഷം പാപം ചുമക്കുന്ന ഈ കുഞ്ഞാട് ഇതിനെ ഇവിടെ വന്ന് പാളയത്തിനപ്പുറത്ത് കൊണ്ടുപോയി യാഗം കഴിക്കണം. ക്രിസ്തു എന്ന കുഞ്ഞാടിനെ പാളയത്തിനപ്പുറത്ത് ഗോകുൽത്താമലയിൽ യാഗം കഴിച്ചു. എന്നിട്ടവിടെ ചെയ്യുന്നത്, ആ രക്തം കൊണ്ടുവന്ന് വീടിൻ്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും അടയാളം ചെയ്യണം. അങ്ങനെ രക്തം അടയാളമുള്ള വീടുകൾക്ക് രക്ഷയുണ്ട്, അഥവാ വീണ്ടെടുപ്പുണ്ട്. അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ വീടുകൾക്ക് രക്ഷയും വീണ്ടെടുപ്പും ഉണ്ടായതും. ഇനി അടുത്തത് നടക്കുന്നത് വീട്ടിൽ നടക്കുന്ന ശുശ്രൂഷയാണ്. അതൊരു ഫാമിലി ശുശ്രൂഷയാണ്. അവിടെ പ്രത്യേകമായി അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഈ വേദഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. മാംസം തിന്നുന്ന രീതി അത് വെറുതെ അങ്ങ് തിന്നുകയല്ല. നിൻ്റെ വീട്ടിൽ ആൾ പോരായെങ്കിൽ ബാക്കിയുള്ളിടത്തു നിന്നുള്ള ആളെ കൂട്ടാം. അവിടെ ചെയ്യുന്നത് കയ്പ് ചീരയോടുകൂടെ തിന്നണം. 12-ാം അധ്യായം 9-ാം വാക്യം. അതെന്തിനാണ്? വേദനയുടെ നാളുകളെ ഓർപ്പിക്കാനാണ്. ഇസ്രായേൽ ജനത കടന്നുപോയ 430 വർഷത്തെ അടിമത്തത്തിൻ്റെ നാളുകളെ ഓർപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ പിതാക്കന്മാർ കടന്നുപോയ അവിടുത്തെ വേദനയുടെ നാളുകൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ്.
മണ്ണ് കുഴച്ച് ഊഴിയ വേല ചെയ്തതിനെ ഓർപ്പിക്കാനാണ് ഈ കയ്പ് ചീര. അവിടെ കുടുംബത്തിലെ അവിടെ പറയുന്നുണ്ട്, ഒരു മോൻ ചോദിക്കണം, ഇതങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ചോദിക്കണം. എൻ്റെ തലമുറയിലുള്ള ഒരു പയ്യൻ എഴുന്നേറ്റ് ചോദിക്കുക, അപ്പാ നമ്മൾ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പോൾ മുതിർന്ന പിതാവ് തൻ്റെ തലമുറയോട് പറഞ്ഞു കൊടുക്കണം, മോനെ, നമ്മളിന്ന് സമൃദ്ധിയിലായിരുന്നെങ്കിലും നമ്മളിന്ന് ദാരിദ്ര്യമില്ലാത്തവരാണെങ്കിലും നമ്മുടെ പിതാക്കന്മാർ വേദനയിലായിരുന്നു. അവർ ഭാരങ്ങളിലൂടെയാണ് കടന്നു വന്നത്. തലമുറകളെ പഠിപ്പിക്കാനുള്ള സമയമാണ് പെസഹ. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് അടുത്ത തലമുറയെ പറഞ്ഞു കൊടുക്കാനുള്ള സമയമാണ് പെസഹ. അവൻ പറഞ്ഞു, മക്കളോട് പറഞ്ഞു കൊടുക്കണം ഇതെല്ലാം. ഇങ്ങനെയായിരുന്നു ഇതൊക്കെ. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. തലമുറകൾക്കെന്ന് ജീവിത സൗകര്യങ്ങളായി, എല്ലാ സംവിധാനങ്ങളായി, തലമുറകൾക്കെന്ന് വീടായി, അവർക്ക് വാഹനമായി, അവർക്ക് ആവശ്യത്തിന് കാശായി, എല്ലാ സംവിധാനങ്ങളുമായി. പക്ഷേ ദൈവം നടത്തിയ വിധങ്ങൾ അവർക്കും അറിയില്ല, അത് പറഞ്ഞു കൊടുക്കാൻ കുടുംബം തയ്യാറാകുന്നുമില്ല. അതാണ് ഈ ഫാമിലി ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുടുംബാംഗങ്ങളൊന്നു ചേർന്ന് കള്ളു കുടിക്കുന്നതല്ല പെസഹയും ഈസ്റ്ററൊന്നും. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് തലമുറകളെ പഠിപ്പിക്കുന്നതിനാണ് ഈ പെസഹ. വീണ്ടും അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവർ അരകെട്ടി ചെരുപ്പിട്ട് തിടുക്കത്തോട് ഇത് ചെയ്യണം. 12-ാം അധ്യായം 11-ാം വാക്യം. അരകെട്ടി ചെരുപ്പിട്ട് തിടുക്കത്തോട് ചെയ്യണം. എന്തിനാണിത്? നമ്മളോട് രാത്രിയായി ഇപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ പൊക്കോളാൻ, ഇവിടം വിട്ട് പൊക്കോളാൻ. അന്ന് ധൃതി പിടിച്ച് നമ്മൾ ഇറങ്ങിയതാണ് മോനെ. അതിനെ ഓർപ്പിക്കാൻ വേണ്ടി നമ്മൾ യാത്രക്കാരാണ്, നമ്മൾ യാത്രയ്ക്കൊരുങ്ങുകയാണ്. അരകെട്ടി തിടുക്കത്തോടെ സാവകാശം ഇവിടെ നിന്ന് ഉഴപ്പിരിക്കാനല്ല, തിടുക്കത്തോടെ യാത്ര ചെയ്യാൻ തയ്യാറാകണം. വിശ്വാസികൾ ഒരു ജീവിതയാത്രയിലാണ്, കനാനിലേക്കുള്ള യാത്രയിലാണ്, നമ്മൾ വഴിയാത്രയിലാണ്. തിടുക്കത്തോടെ ദൈവം തരുന്ന ദിവസങ്ങളെക്കുറിച്ച് ഓർത്ത് അതേക്കുറിച്ചൊരു എരിവ് വേണം. പതുക്കെ വരട്ടെ, കുറേ കഴിയട്ടെ എന്ന് വിചാരിക്കാതെ തിടുക്കത്തോടെ തന്ന ദിവസം നാളെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തിടുക്കത്തോടെ അരകെട്ടി ചെരുപ്പിട്ട് നാം യാത്രക്കാരാണ് എന്ന ഓർമ്മയോടെ പെസഹ ഭക്ഷിക്കേണ്ടതാണ്. വീണ്ടും അവിടെ പറയുകയാണ്, അവസരം നഷ്ടപ്പെടുത്തിയാൽ തിടുക്കത്തോട് ചെയ്തുകൊള്ളണം. കുരിശിലെ ഒരുവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതം അവസാനിക്കുകയാണ്, അവസാനത്തെ സമയമായി, ഇനി എനിക്കിനിയും വേറെ സമയമുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, മരിക്കാൻ പോവുക. കിട്ടിയ സമയം അവൻ തിടുക്കത്തോട് ഉപയോഗിച്ച് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേ. കിട്ടിയ സമയം അവൻ തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് അവൻ ദൈവരാജ്യത്തിന് അവകാശിയായി മാറി. ഇവിടെ പെസഹ കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദർഭമാണ് എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഈ കർമ്മം മക്കളോട് വിശദീകരിക്കണം. തലമുറകൾക്ക് ഈ പഴങ്കഥകൾ കേൾക്കാൻ താല്പര്യം കുറവാണ്. പാരൻസ് പക്ഷേ സാവകാശം തങ്ങളുടെ തലമുറയെ ഇത് പഠിപ്പിക്കണം. ഒരു കാലത്ത് നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ ദൈവ നടത്തിപ്പിനെക്കുറിച്ച് പറയുമായിരുന്നു, ഒന്നിച്ച് ചർച്ച ചെയ്യുമായിരുന്നു, ഒന്നിച്ച് ചിന്തിക്കുമായിരുന്നു. ഇന്നിത് കേൾക്കാൻ കുട്ടികൾക്കും താല്പര്യമില്ല, പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്കും താല്പര്യമില്ല, അത് കേൾക്കാനുള്ള സന്ദർഭമില്ല. എന്നാൽ കേൾക്കാനും പറയാനും പറ്റിയില്ലെങ്കിലും നിൻ്റെ വീട്ടിൽ കാണുന്നത് കണ്ട് പഠിക്കുന്ന തലമുറയാണ് എന്ന കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള പഠിക്കാനുള്ള സന്ദർഭമാണ് പെസഹ. എന്നിട്ട് പറയുകയാണ്, നിത്യനിയമമായി തലമുറയായി ഇത് ചെയ്യേണ്ടതാണ്. ഇത് ഒരു കൊല്ലത്തേക്കുള്ളതല്ല, ഇത് ശാശ്വത നിയമമായി ദൈവം കൽപ്പിച്ചതാണ്. ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ചില വാക്കുകളൂടെ ഓർപ്പിക്കട്ടെ. ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടത്? ഇത് യഹൂദൻ്റെ പെസഹയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 1-ാം ദിവസം തന്നെ പുളിപ്പ് വീട്ടിലെവിടെയും ഉണ്ടോ എന്ന് നോക്കി അത് മാറ്റണം.
നിൻ്റെ വീട്ടിൽ നിന്ന് പുളിപ്പ് മാറ്റണം. നിൻ്റെ ജീവിതത്തിലെ പുളിച്ചത് മാറ്റണം. എ സെറിമോണിയൽ സെർച്ച് ഫോർ ദി ലെവൻ. ഒരന്വേഷണം. എൻ്റെ വീട്ടിൽ ദുർഗന്ധമുള്ളത് എന്തെങ്കിലുമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദുർഗന്ധമുള്ളത് വല്ലതുമുണ്ടോ? എൻ്റെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ദുർഗമിക്കുന്നതുണ്ടോ? ഇതിനു വേണ്ടി ഒരു അന്വേഷണം നടത്തണം. ഈ അന്വേഷണമാണ് നോമ്പിലൂടെ ആവശ്യപ്പെടുന്നത്. വിശ്വാസികളുടെ പെസഹ ആചരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പൊളിച്ചത് എടുത്തു കളയാനുള്ള ഒരു ശുദ്ധീകരണത്തിനുള്ള സന്ദർഭമാണിത് എന്നോർക്കുക. രണ്ടാമത് അതാ തന്നെയാണ് 1 കൊരിന്ത്യർ 5:7 പറയുന്നത്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കണം, തിന്മയും ദുഷ്ടതയുമായ പുളിപ്പ് മാറ്റണം. 1 കൊരിന്ത്യർ 5:7 വീണ്ടും പറയുകയാണ്, കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കാൻ ഒരുങ്ങുന്ന ദിവസമാണ് പെസഹ. പലരുടെയും വിചാരം പെസഹയിൽ സംബന്ധിക്കുന്നവരെല്ലാം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുവെന്ന്. അതുകൊണ്ട് പലരുടെയും വിചാരം പെസഹയിൽ വിശുദ്ധ കുർബാന റിഡക്ഷൻ സെയിലായി കൊടുക്കുന്ന ദിവസമാണ് എന്നാണ്. വിശുദ്ധ കുർബാന പെസഹയിൽ സംബന്ധിക്കുന്നവരെല്ലാം പെസഹ കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെസഹയിൽ സംബന്ധിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകുന്നത്. പഴയ നിയമ പെസഹയിൽ ആടിനെ അറുത്തുവെങ്കിൽ പുതിയ നിയമ പെസഹയായ ഇന്ന് ആടിന് പകരം ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായ ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും വിഭജിച്ചു കൊടുക്കുന്ന ദിവസമാണ്. ഇതനുഭവിച്ച് വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ, പുളിപ്പില്ലാത്തവരായി തീർന്ന് ജീവിപ്പാൻ ഈ പെസഹ നമുക്ക് സഹായിക്കട്ടെ. ഇത് വെറും ഒരു ആചാരമല്ല, ഇത് വെറും ഒരു അനുഷ്ഠാനമല്ല, അനുദിന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനെ വിശുദ്ധിയോട് സ്വീകരിക്കാൻ സാധിക്കണം. ഒരു പെസഹയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരുത്തൻ അപ്പം മുക്കി കർത്താവ് അവൻ്റെ വായിൽ കൊടുത്തു. അവനത് അനുഭവിച്ച ശേഷം വെളിയിലേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് രാത്രിയിലേക്ക് പോകാനല്ല, വെളിച്ചത്തിലേക്ക് പോകാനായി തീരട്ടെ ഈ വർഷത്തെ പെസഹ. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.